ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പി വി സി ബോക്സിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, അത് എത്ര മോഡ്യൂൾസ് നമ്മൾ കൊടുക്കാം, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ പി വി സി ബോക്സ് എത്രേൻ്റെയാണെന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 14x4 കറക്റ്റായിട്ട് അതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കറക്റ്റ് ആവുന്നില്ല, അത് ജസ്റ്റ് അതിൻ്റെ അകത്തിൻ്റെ മാർക്കിംഗ് ഉണ്ട്. 14x4 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 14x4 എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബോക്സിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 14 എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് 14 കിട്ടണമെന്നില്ല. 14x4 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 14 സ്വിച്ച് നമുക്ക് കിട്ടണമെന്നില്ല. അതായത് ഒരു സ്വിച്ച് ഒരു മോഡ്യൂളാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 സ്വിച്ചും 2 റെഗുലേറ്ററും. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 6 സ്വിച്ച്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഒരു സ്വിച്ച് ഒരു മോഡ്യൂളാണ്, 4 സ്വിച്ച് ഒരു മോഡ്യൂൾ. അപ്പോൾ 4 ആയി, 2 റെഗുലേറ്റർ ഒരു 4 ആയി, 4 4 8 പിന്നെ 2 സ്വിച്ച് 8 2 10 10 പ്ലസ് ഒരു പ്ലഗും വരുന്ന സമയത്ത് 2 മോഡ്യൂൾ 12. അപ്പോൾ 14x4 എന്ന് പറയുന്ന പി വി സി ബോക്സിൻ്റെ സൈസിൽ നമുക്ക് 12 മോഡ്യൂളാണ് മാക്സിമം കൊടുക്കാവുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണ്, പി വി സി ബോക്സ് വെക്കുകയാണെങ്കിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ബോക്സ് സൈസ് എത്രയാണോ അതിനേക്കാൾ ഒരു മോഡ്യൂളോ അല്ലെങ്കിൽ 2 മോഡ്യൂളോ കൂട്ടിയുള്ള ബോക്സുകളായിരിക്കണം. മോഡ്യൂൾസ് മീൻസ് പി വി സി ബോക്സിൻ്റെ സൈസാണ് കൂട്ടി വയ്ക്കേണ്ടത്. പക്ഷേ മെറ്റൽ ബോക്സിന് നമ്മൾ കറക്റ്റ് മോഡ്യൂളാണെങ്കിൽ ഇപ്പോൾ 12ൻ്റെ ആണെങ്കിൽ 12 സ്വിച്ച് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 12 മോഡ്യൂൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. ഇനി ഇതിൽ കണക്ഷൻസ് നോക്കാം. ആദ്യമേ തന്നെ എർത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ സോക്കറ്റിൻ്റെ എർത്തിൻ്റെ പൊസിഷനിലേക്ക് കൊടുത്തു. പിന്നെ ന്യൂട്രലുകളെല്ലാം തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് റിട്ടേൺ ചെയ്ത് പോകുന്നതുകൊണ്ട് എല്ലാം കൂടി ലിങ്ക് ചെയ്തതിന് ശേഷം പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ വരുന്ന കണക്ഷൻസ് മെയിനായിട്ട് വരുന്ന ഒറ്റ ഫേസാണ് വരുന്നത്. ഇൻവെർട്ടർ ഫേസ് ഇവിടെ ഇല്ല. ഒറ്റ ഫേസ് വന്നിട്ട് എല്ലാ സ്വിച്ചിൻ്റെയും താഴെയായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട. എല്ലാ സ്വിച്ചിൻ്റെയും താഴെ ഒറ്റ ലിങ്കിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കൺട്രോൾ ചെയ്ത് ഓരോ ലൈറ്റും ഫാനൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അതിൽ നിന്നും നേരെ വന്നിരിക്കുന്ന റെഡ് വയറാണ് നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഏറ്റവും താഴെ വന്നിരിക്കുന്നത്. ഇനി ഓരോ സ്വിച്ചുകളും നമ്മൾ സെപ്പറേറ്റ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ സെക്ഷനിലുള്ള റെഗുലേറ്ററിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതിന് അടുത്ത റെഗുലേറ്ററിൻ്റെയാണ് തൊട്ടപ്പുറത്തെ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഫാനുള്ളതുകൊണ്ട് 2 റെഗുലേറ്റർ കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് തന്നെ കണക്ഷൻസ് കണ്ട ഈ റെഗുലേറ്ററിൻ്റെ വരുന്ന കണക്ഷൻസ് അതിലേക്ക് കൊടുത്തു. പിന്നെ അതിന് ലിങ്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്, അതായത് ഒറ്റ ഫേസിൽ നിന്ന് എല്ലാ സ്വിച്ചിലേക്കും നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ നമ്മൾ ഏതാണോ ലൈറ്റാണോ ഫാനാണോ എന്ന് തിരിച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പ്ലഗിനും വേണ്ടിയിട്ട് നമ്മൾ സാധാ ഫേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഫേസ് നമ്മളിവിടെ ഇല്ല. ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വലിച്ചിട്ട് നമുക്ക് ഏത് സ്വിച്ചാണോ ലൈറ്റാണോ കൊടുക്കേണ്ടത് അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ലെവലോ. അപ്പോൾ ഒരു പി വി സി ബോക്സിൽ 12 മോഡ്യൂൾ വരുന്ന ഈ പറയുന്ന സ്വിച്ച് ആവശ്യം വരുന്ന ഏരിയയിൽ നമ്മൾ പി വി സി ബോക്സ് വയ്ക്കുന്നെങ്കിൽ 14x4 വെക്കണം. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ 8 മോഡ്യൂളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് 6 മോഡ്യൂളാണെങ്കിൽ അതിനേക്കാൾ ഒരു മോഡ്യൂളോ 2 മോഡ്യൂളോ കൂടിയുള്ള സൈസ് നമ്മൾ ഈ പറഞ്ഞ പി വി സി ബോക്സിൻ്റെ സൈസ് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് നോർമൽ ലെവലുള്ള വയറിംഗ് ആണ് വരുന്നത്. ഓപ്പൺ വയറിങ്ങിന് തുല്യമായിട്ട് അതിന് കൺസീൽഡ് വയറിംഗ് ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസവും കാര്യങ്ങളും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീടിൻ്റെ ഫുൾ കൺസീൽഡ് വയറിങ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.